ഒരു ഡ്രോയിങ് ഓർ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് റെഫറൻസ് ഫോട്ടോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇഷ്ടമുള്ളൊരു റെഫറൻസ് ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് നേരെ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെഫറൻസ് ഫോട്ടോന്റെ ഡയമെൻഷനും പേപ്പറിന്റെ ഡയമെൻഷനും നോക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ റെഫറൻസ് ഫോട്ടോ ഒരു A4 സൈസിലുള്ള ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള പോർട്രേറ്റ് മോഡിലുള്ള ഒരു ഫോട്ടോ ആണെങ്കിൽ ഞാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ വളരെ നീളത്തിലുള്ള ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള പേപ്പർ ആണെങ്കിൽ എനിക്ക് ആ ചിത്രം ഫുൾ ഉൾക്കൊള്ളിച്ച് ആ പേപ്പറിലേക്ക് വരയ്ക്കാൻ സാധിക്കില്ല. വരച്ചാൽ തന്നെ ഒരുപാട് വേക്കൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ആ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരു റെഫറൻസ് ഫോട്ടോ നോക്കി ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് റെഫറൻസ് ഫോട്ടോന്റെ ഡയമെൻഷൻ എന്താണോ അതേ ഡയമെൻഷനുള്ള പേപ്പർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതെങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് നിങ്ങൾ മൊബൈലിലാണെങ്കിൽ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ക്യാൻവയുടെ മൊബൈൽ ആപ്പ് കിട്ടും, അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സ് കിട്ടും. അതിൽ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ സൈസ് പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ A4 പേപ്പറിലാണ് വരയ്ക്കുന്നതെങ്കിൽ A4 എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നോക്കിയേ ഡോക്യുമെൻറ്റ്, പോർട്രേറ്റ്, A4 പോർട്രേറ്റ്, A5 ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പോർട്രേറ്റ് ആണ് ലാൻഡ്സ്കേപ്പ് ആണ്. അപ്പോൾ ഞാൻ പോർട്രേറ്റിലാണ്, ഇങ്ങനെ വെർട്ടിക്കലാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ പോർട്രേറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവയിൽ അതൊരു പുതിയ ഫയലായിട്ട് ഓപ്പൺ ചെയ്യും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം അതിലോട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഈ ഒരു വിൻഡോ ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കളയാണ്. എന്നിട്ട് താഴെ പോയി കഴിഞ്ഞാൽ കണ്ട അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. കണ്ടോ? എന്നിട്ട് എനിക്ക് അത് A4 പേപ്പറിൽ വരച്ചാൽ ഏത് സൈസിൽ വരയ്ക്കണം അതൊക്കെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് സൈസിലോട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. കണ്ടോ? ഇപ്പം ഞാനത് A4 പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ മുകളിലും താഴെയും ഈ ചെറിയൊരു സ്പേസ് കിടക്കും. കുറച്ചും കൂടി ഫിറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കുറച്ചും കൂടി സൂം ഇൻ ചെയ്ത് കണ്ടോ ഈ ഒരു ലെവലിൽ വരയ്ക്കേണ്ടി വരും. ഇങ്ങനെ അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് ക്യാൻവയിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേപ്പറിൽ ഏത് ഡയമെൻഷനിൽ അത് കിട്ടുക എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.